അധിനിവേശ സ്പീഷീസുകളുടെ കൂടുതൽ വിവരങ്ങളുമായി ഡോക്ടർ കെ വി ശങ്കരൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അധിനിവേശ സ്പീഷീസുകളെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ ഞാൻ അറിഞ്ഞിടത്തോളം കുറേയേറെ സ്കൂളുകളിലെങ്കിലും അവിടെയുള്ള അധ്യാപകരുടെ സഹായത്തോടെ കുട്ടികൾ ആ ഒരു പ്രദേശത്തെങ്കിലും നടത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നോണം മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ വ്യാപിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നത് ബയോഡൈവേഴ്സിറ്റി ബോർഡിനൊക്കെ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ബയോഡൈവേഴ്സിറ്റി ബോർഡിന് മാത്രമല്ല, വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യുന്നുണ്ട്. ചില സ്കൂളോട് പറഞ്ഞിട്ട് അവരുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലുള്ള അധിനിവേശ സ്പീഷീസ് ലിസ്റ്റുകൾ തയ്യാറാക്കി. പക്ഷേ ആ ലിസ്റ്റ് മാത്രം പോരല്ലോ, നമുക്കിപ്പോൾ ആക്ച്വലി ഒരു ലിസ്റ്റ് ഉണ്ട്. നമ്മളിപ്പം കേരളത്തിൽ നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ അത് നമുക്കറിയില്ല. നമ്മൾ അതിനെക്കുറിച്ചുള്ള പരിശീലന പരിപാടികളൊന്നും നമുക്ക് തിരിച്ചറിയാനും ഇല്ല, അതിനുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷേ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഗൈഡ് ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട്. ഒരു ചെടി നമ്മുടെ നാട്ടുകാരനല്ല എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ചില പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു വ്യാപകമായിട്ടൊന്നും അതിനൊരു പ്രസക്തി ഉണ്ടായിട്ടില്ല. അത് കാര്യമായിട്ട് ആൾക്കാർ കാണുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ അഥവാ ഒരു നിയന്ത്രണ മാർഗം നമ്മൾ കണ്ടുപിടിച്ചാലും, ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. അത് ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആൾക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തയ്യാറാവണ്ടേ? ഇവിടെ ശാസ്ത്രജ്ഞൻ്റെ ശബ്ദം ആർക്കും കേൾക്കണ്ട, ആരും അത് ശ്രദ്ധിക്കില്ല. ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, കേരള വന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് കാലത്തെ ഗവേഷണത്തിന് ശേഷം തേക്കിൽ ഒരു ഡീഫോളിയേറ്റർ ഉണ്ട്, ഹിബ്ലിയ പ്യൂറാണ്, തേക്കിൻ്റെ ഇല തിന്ന് നശിപ്പിച്ച് ഒരു ഷഡ്പദം. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറസിനെ കണ്ടെത്തി. ന്യൂക്ലിയർ പോളിഹൈഡ്രോസിസ് വൈറസ് എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ തദ്ദേശീയം തന്നെയാണ്. അതിൻ്റെ ഒരു ഫോർമുലേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തേക്കിൽ ഒരുപാട് ഇതിൻ്റെ വലിപ്പം കുറക്കുന്ന ഒരു സാധനമാണ് ഈ ഡീഫോളിയേറ്റർ കൊണ്ട് ഉണ്ടാകുന്നത്. ഇലകൾ തിന്ന് നശിപ്പിച്ച് കളയും. ഒരു പ്രത്യേക ഒരു സീസണിലാണ് അത് ഉണ്ടാവുക. അത് വളരെ വ്യാപകമായിട്ട് കേരളം ഒട്ടുക്കും വ്യാപിക്കും അത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു KFRI ഒരു നല്ലൊരു പരിപാടി സംഘടിപ്പിച്ചു. പക്ഷെ ഇത് വനം വകുപ്പ് അത് പ്രാവർത്തികമാക്കണ്ടേ, അത് ഇംപ്ലിമെൻ്റ് ചെയ്യണ്ടേ? കേരളത്തിലല്ല, മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിപ്പം ഈ ഫംഗസിനെ കൊണ്ടുവന്നിട്ട് അത് ഫംഗസിനെ മൈക്കേനിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഫംഗസിനെ അത് റിലീസ് ചെയ്യാൻ വേണ്ടി വലിയ പ്രയാസമായിരുന്നു. വനം വകുപ്പ് അതിന് അനുവാദം തന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് അനുവാദം തന്നു, നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ വനം വകുപ്പ് സമ്മതിക്കണ്ടേ? അപ്പോൾ അവർക്ക് അറിയാത്തൊരു വനം വകുപ്പ് സമ്മതിച്ചില്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്രമേണ അത് വനത്തിലേക്ക് വ്യാപിക്കും. തീർച്ചയല്ല, വനത്തിൽ പരീക്ഷിക്കാൻ വേണ്ടി സമ്മതം തന്നിട്ടില്ല. നമ്മൾ ചെയ്തത് ചില സ്വകാര്യ ഉടമതയിലുള്ള ചില വനപ്രദേശങ്ങളിലൊക്കെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ജൈവ വൈവിധ്യ ശോഷണത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അധിനിവേശ സ്പീഷീസുകൾ തന്നെയാണ്. അത് സ്വാഭാവികമായും ഭക്ഷ്യ വിളകളുടെ ഉൽപ്പാദനത്തെയും ബാധിക്കുന്നുണ്ട്. അത് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണല്ലോ ഇപ്പം ഈ അവബോധം കുറയുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. ആ അവബോധം ആളുകളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം തന്നെയാണ്. ഏറ്റവും പ്രധാനം അതൊന്നുമല്ല. ഏറ്റവും പ്രധാനം ഇതൊരു പ്രശ്നമായിട്ട് ആൾക്കാർ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം കണ്ടുവരുന്നുള്ള കാര്യം ആണ്. പക്ഷേ സാധാരണക്കാരൻ എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ് എന്ത് ചെയ്യണം എന്നുള്ളത്, കേന്ദ്ര ഗവൺമെൻറ് ഒരു പോളിസി ഉണ്ടാക്കുക, ചില പദ്ധതികൾ ഇന്ന രീതിയിൽ നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാം. ഒരു നയം മാത്രം രൂപീകരിച്ചാൽ പോരാ, ചില ആക്ഷൻ പോയിൻറ്റ്സ് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ആരായിരിക്കണം ഇതിന് ഉത്തരവാദികളായിരിക്കേണ്ടത്? ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മിനിസ്ട്രി ഫോർ എൻവയോൺമെൻറ്റ് അതുണ്ട്, ആ മിനിസ്ട്രി ഉണ്ട്, ഫോറസ്റ്റിൻ്റെ മിനിസ്ട്രി ഉണ്ട്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് അതിൻ്റെ പേര്. ഇപ്പം അഗ്രികൾച്ചർ മിനിസ്ട്രി ഉണ്ട്. ഇവർ രണ്ടുപേരും സംയുക്തമായിട്ടാണ് ചെയ്യുന്നത്. ഒരാൾ എന്താ ചെയ്യുന്നത് മറ്റേ ആൾക്കറിയില്ല, മറ്റേ ആൾ എന്താ ചെയ്യുന്നത് ഇയാൾക്കറിയില്ല. അപ്പം ഇത് ആകപ്പാടെ ഒന്നും അല്ലാതായി പോകുന്നൊരവസ്ഥയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ പറയുന്നത് അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ്, അഗ്രികൾച്ചർ ആൾക്കാർ പറയുന്നത് അവർ ചെയ്യട്ടെ എന്ന് പറയുന്നത്. ഇപ്പം മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത്? വലിയ വാക്കുകൾ പറയും, നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യും, 2030 ആകുമ്പോഴത്തേക്ക് ഇതിനെ മൊത്തം 50% അതിലും കൂടുതൽ ചെയ്യും. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൽ നമ്മളിപ്പോൾ 1-2 മീറ്റിങ്ങുകൾ കണ്ടില്ലേ, സമ്മിറ്റുകൾ കണ്ടില്ലേ? അതിലൊക്കെ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. അതിൽ നിന്നൊക്കെ ഇപ്പം അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ പിന്മാറിയില്ലേ? അതേപോലെയുള്ള ചില ഇഷ്യൂസ് ഇപ്പോഴും നടക്കും. നമ്മൾ ഇങ്ങനെയുള്ള ഓരോ സമ്മിറ്റിലും, ഇപ്പോൾ അസർബിയാനിൽ ബാക്കുലൊരു സമ്മിറ്റാണ്, വേറൊരു സമ്മിറ്റ് നടന്നു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാനുള്ള. എന്നിട്ട് എന്ത് നമ്മൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള, വികസിത രാജ്യങ്ങൾ എന്ത് ചെയ്യണം, വികസിത രാജ്യങ്ങൾ എന്ത് ചെയ്യണം. വികസിത രാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നത്, ഈ ഗൃഹവാതകങ്ങൾ പുറത്തേക്ക് വിടുന്ന അവരാണ്. പക്ഷെ അവർ നമ്മളെ വികസിത രാജ്യങ്ങളെ സഹായിക്കുക വേണ്ടത്.
നമ്മൾ ഇന്ത്യയൊന്നും അത്രക്കൊന്നും കൂടുതൽ ഈ ഹരിത വാതകങ്ങളൊന്നും പുറത്തേക്ക് വിടുന്നില്ല. പക്ഷെ അതൊന്നും അവർ തയ്യാറാവുന്നില്ല. അവരുടെ രീതിയിൽ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ സഹിക്കണം എന്നുള്ളതാണ് അവരൊരു കാഴ്ചപ്പാട്. ഈ ഒരു മനോഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകത്തോളം എനിക്കൊരു വലിയ ശുഭപ്രതീക്ഷയൊന്നുമില്ല ഇതിലെന്തെങ്കിലും നടക്കുന്നില്ല. ടെമ്പറേച്ചർ 1.5 മുതൽ 2 ഡിഗ്രി വരെ അത് താഴ്ന്നു നിൽക്കുക, അതിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് തീരുമാനം. 1.5 ഡിഗ്രി ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞു. 2 ഡിഗ്രി ആവാൻ, 2 ഡിഗ്രി കൂടുതലാവാൻ അധിക കാലതാമസമൊന്നും വേണ്ട. അതൊക്കെ കൂടുകയൊക്കെ ചെയ്യും. അതിനൊന്നും കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു നടപടി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആക്ടിവിറ്റി ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയില്ല. ഈ കാലാവസ്ഥാ വ്യതിയാനവും ഇതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അധിനിവേശ സ്പീഷീസുകളുടെ പെരുകലിന് സഹായിക്കുന്നുണ്ടെന്നല്ലേ മനസ്സിലാക്കിയിട്ടുള്ളത്? അപ്പോൾ ഇത് ഒരു രാഷ്ട്രത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് വരുന്നത് പോലെ തന്നെ ഒരു സംസ്ഥാനത്തു നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക്, അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ ജില്ലകളിൽ നിന്ന് ജില്ലകളിലേക്ക് അതുപോലെ ഈ സ്പീഷീസുകൾ, അധിനിവേശ സ്പീഷീസുകൾ വരുന്നുണ്ടോ? ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ അങ്ങനെ സാധിക്കുമോ? ഒരു സാധ്യതയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. കാരണം അതിന് നമ്മൾ ഡൊമസ്റ്റിക് ക്വാറൻറ്റൈൻ എന്ന് പറയും. ഇപ്പോൾ വാളയാറുള്ള പോലെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു ചെക്കിംഗ് പോയിൻ്റ് ഉണ്ടാവും. നമ്മളെന്താ അവിടെ ചെയ്യുന്നത്? അവിടെ നമ്മൾ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളോട് കൊണ്ടുവരുന്ന നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ, ചരക്ക് ഗതാഗതമൊക്കെ അവിടെ നിയന്ത്രിക്കപ്പെടുന്നുണ്ട് അല്ലേ? കൃത്യമായ അതിൻ്റെ കാശ് വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടുന്ന് എന്തെങ്കിലും സാധനം ഇതേപോലെയുള്ള സസ്യങ്ങളോ അങ്ങനെ കാര്യങ്ങളോ കൊണ്ടുവരുന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടോ? ഡൊമസ്റ്റിക് ക്വാറൻറ്റൈൻ ഇല്ല, എവിടെയും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു സസ്യം അല്ലെ ഏതെങ്കിലും ഒരു അധിനിവേശ സ്പീഷീസ് ഇപ്പം നമ്മുടെ രാജസ്ഥാനിലിടയാൽ തന്നെ അത് ക്രമേണ ഇങ്ങോട്ട് വരും. ഇവിടുത്തെ കാലാവസ്ഥ അതിന് യോജിച്ചാണ് വന്നു തന്നെ തീരും. ഇപ്പം ആദ്യമായിട്ട് ഈ പ്രോസോപ്പിസ് എന്ന് പറഞ്ഞ സസ്യം കൊണ്ടുവന്നത് ആന്ധ്രാപ്രദേശിലാണ്. അവിടുന്ന് തമിഴ്നാട്ടിലേക്ക് വ്യാപിച്ചില്ലേ? ഇതേപോലെ നമുക്ക് ഈ സംസ്ഥാന ബോർഡറുകളിൽ ക്വാറൻറ്റൈൻ ഏർപ്പെടുത്തണം. എല്ലാവരെയും തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾ എന്താ കൊണ്ടുപോകുന്നത്? പക്ഷെ അതുകൊണ്ടും കാര്യമൊന്നുമില്ല, അതുവഴിയൊന്നും അല്ല. വേറെ 100,000 വഴികളില്ലേ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റേ സംസ്ഥാനത്തേക്ക്. അത് പ്രാക്ടിക്കലല്ല. നമ്മൾ ഏറ്റവും നല്ലത് നമ്മളെ എയർപോർട്ട്സിലും സീപോർട്ട്സിലും കൃത്യമായ ചില ബയോസെക്യൂരിറ്റി മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളതായ തീരുമാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് താങ്കൾ നടത്തിയ പഠനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, അതിർത്തികളിൽ ഇങ്ങനെയുള്ള അധിനിവേശ സ്പീഷീസുകളുടെ വിവരങ്ങൾ പങ്കുവെക്കണം, അവർക്ക് അതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കണം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. അതിങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും അല്ലേ ഇതേപോലെ നിയന്ത്രണം വരുത്താനുള്ള ഒരു മാർഗമായിട്ട് പറഞ്ഞതായിരിക്കും. നമ്മളിപ്പോൾ എയർപോർട്ടുകളിൽ വരുമ്പം നമ്മൾ മറ്റേത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും, ഉദാഹരണത്തിന് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ണപ്പെടുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും രീതിയിലുള്ള വിത്തുകളോ ചെടികളോ അല്ലെങ്കിൽ മൃഗങ്ങളോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പാർട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതെൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. UK-ലേക്ക് അല്ല US-ലേക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ അവിടുന്ന് നാട്ടിൽ നിന്ന് പോകുമ്പോൾ കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം വന്നപ്പോൾ അത് കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. തിരിച്ച് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്ര പോലും ആ ഒരു രീതിയിലുള്ള നിയന്ത്രണം അവിടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, പക്ഷെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ സാറ് പറഞ്ഞു വരുന്നത്. അത് ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെയുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചരക്ക് കയറ്റുമതി മാത്രമല്ല ഇറക്കുമതി ഉണ്ടല്ലോ. ഇറക്കുമതി ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഒരുപാട് അധിനിവേശ സ്പീഷീസുകൾ വരുന്നത്. നമ്മളിവിടുന്ന് കയറ്റി അയക്കുന്ന ചരക്കിന് നമ്മൾ കൃത്യമായിട്ട് ചില ട്രീറ്റ്മെൻറ്റ്സ്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്നുള്ള അധിനിവേശ സ്പീഷീസുകൾ അങ്ങോട്ട് പോകും. ഒരു സമയത്ത് നമ്മളിവിടുന്ന് മാങ്ങ ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്തപ്പോൾ അതിലേതോ ഒരു മാങ്ങയിലോ മറ്റെന്തോ ഒരു പുഴുവിനെ കണ്ടിട്ട് കംപ്ലീറ്റ് ആ ചരക്ക് അവർ റിജക്റ്റ് ചെയ്തു. അവർ വളരെ സൂക്ഷിക്കണം നമ്മളിവിടുന്ന് കൊണ്ടുപോകുമ്പോൾ. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം നമ്മൾ കാര്യമായിട്ടുള്ള ശ്രദ്ധ നമ്മുടെ പലരും അങ്ങ് കണ്ണടക്കും. ചിലവരൊന്നും ശരിക്കും സൂക്ഷിച്ച് നോക്കില്ല എന്താ കൊണ്ടുവരുന്നത്. പക്ഷെ അവിടേക്ക് വളരെ വിജിലൻ്റാണ് ആൾക്കാർ. കാരണം അവർക്ക് അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് വരും. എങ്ങനെ വന്നു എന്നുള്ളൊരു അന്വേഷണം ഉണ്ടാവും. നമ്മളിവിടെ എന്ത് വന്നാൽ അത് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ വളരെ ഈസി ആയിട്ട് അതിനെ കാണുന്നതുകൊണ്ടാണ് കാര്യമായി ചെക്കിങ് ഇവിടെ എയർപോർട്ട്സിലോ അല്ലെങ്കിൽ സീപോർട്ട്സിലോ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഏറ്റവും പേടിക്കുന്ന ഒരു സാധനം ഞാൻ നേരത്തെ മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാൽഡീവ്സിലെ ഒരു ബ്രോണ്ടിസ്പ എന്ന് പറഞ്ഞിട്ടൊരു പ്രാണിയുണ്ട്. അത് തെങ്ങിൻ്റെ വളരെ ടെൻഡറായ ലീവ്സിനെ തിന്നിട്ട് തെങ്ങ് ഉണക്കിക്കളയും. അത് ഇന്തോനേഷ്യയിലാണ് ആദ്യമായിട്ട് ഉണ്ടായത്. അത് അങ്ങോട്ട് വ്യാപിച്ചതാണ്, മ്യാൻമർ വരെ എത്തിയിട്ടുണ്ട്. അത് മാൽഡീവ്സിൽ നിന്ന് കേരളത്തിലേക്ക് വരരുതേ എന്ന് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ
നമ്മുടെ നശിച്ചു പോകും അല്ലേ? നാളികേരത്തിൻ്റെ കാര്യം, ഉൽപ്പാദനവും തെങ്ങുകൾ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പം നമ്മൾ വളരെ വിജിലൻ്റായിട്ട് ഇരിക്കുന്നുണ്ട് അതേക്കുറിച്ച്. പക്ഷേ അതേപോലെ ഗവൺമെൻറ് വളരെ വിജിലൻ്റ് ആവണം, എയർപോർട്ട് അതോറിറ്റീസ് നോക്കണം. കാരണം അവിടുന്ന് മാൽഡീവ്സ് നമ്മൾ എന്തെങ്കിലും ഈ തെങ്ങിൻ്റെ ഇല എങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി തെങ്ങിൻ്റെ ഇല ഉപയോഗിക്കും. അപ്പോൾ അതിലിതിൻ്റെ മുട്ടയുണ്ടായാൽ മതി, അതിങ്ങോട്ട് പടരും. ഭാഗ്യവശാൽ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേപോലെ ശ്രീലങ്കയിൽ മൈക്കോണിയ എന്നൊരു സസ്യമുണ്ട്. അത് ഇലകൾ വളരെ വലുതാണ്, ഒരു ഓർണമെൻ്റൽ പ്ലാന്റാണ്, വയലറ്റ് കളറാണുള്ളത്. വലിയ ഇലകളെന്ന് പറഞ്ഞാൽ ഒരു 4-5 അടിയൊക്കെ നീളം വരും, കാണാൻ നല്ല ഭംഗിയാണ്. സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്നൊരു സസ്യമാണ്. അത് ശ്രീലങ്കയിലെ സ്വാഭാവിക വനങ്ങൾ വളരെ കൂടുതലായിട്ട് വളരുന്നത് വലിയൊരു മരമാണ്. അത് ഇന്ത്യയിലേക്ക് വരരുതെന്നാണ് നമ്മുടെ പ്രാർത്ഥന. വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വാഭാവിക വനത്തിൻ്റെ കാര്യം അതോടെ ഒരു വഴിക്കാവും. അതുപോലെയല്ലേ മഞ്ഞക്കൊന്ന? ഇപ്പോൾ ഇതിനിടെ കുറച്ച് നാളുകൾക്ക് മുമ്പേ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ വയനാട്ടിൽ വനങ്ങളിൽ കണ്ടിട്ട് അതിനെ നശിപ്പിക്കാനൊക്കെ വനവകുപ്പൊക്കെ അതിന് മുന്നിട്ടിറങ്ങിയതിൻ്റെ ഒരു വാർത്ത കണ്ടിരുന്നു. മഞ്ഞക്കൊന്ന ആ രീതിയിൽ സ്വാഭാവിക വനത്തെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒന്നല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ മഞ്ഞക്കൊന്ന അല്ലെങ്കിൽ സെന്ന സ്പെക്ടാബിലിസ് എന്ന് പറഞ്ഞ ആ വൃക്ഷം വരുന്നത് സൗത്ത് അമേരിക്കയിൽ നിന്നാണ്. അത് ശരിക്കും അതിനെ അറിയാതെ വളർത്തിപ്പോയതാണ്. അത് കണിക്കൊന്നയാണെന്നുള്ളൊരു സങ്കല്പത്തിലാണ് അതിനെ വളർത്തിയത്. അപ്പോൾ അത് വന്നപ്പോൾ അത് കാര്യമായിട്ട് വ്യാപിച്ചു. അതെന്ന് പറഞ്ഞാൽ അതിന് വളരെ അതിജീവന ശേഷിയുള്ളൊരു മരമാണത്. കാരണം ഒരുപാട് വിത്ത് ഉൽപ്പാദിപ്പിക്കും, താഴെ വിത്തുകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മുളച്ച് പൊന്തും. അത് മാത്രം അതിന് വെട്ടിക്കളഞ്ഞാലും അതിന് കോപ്പി ഷൂട്ട്സ് എന്ന് പറയും, അതിന് വീണ്ടും ഷൂട്ട്സ് ഉണ്ടായിട്ട്. അപ്പോൾ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പം മുത്തങ്ങ ആ വയനാട് ഏരിയയിലും നീലഗിരി ഏരിയയിലൊക്കെ ഇപ്പം സെന്ന സ്പെക്ടാബിലിസ് എന്ന് പറയുന്ന ആ മഞ്ഞക്കൊന്ന സ്വാഭാവിക വനത്തിലേക്ക് അതിക്രമിച്ച് കയറി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനെക്കുറിച്ചൊരു പഠനം ഞാനവിടെ ജോലി ചെയ്ത സമയത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ UNFAOയുടെ സഹായത്തോട് കൂടിയിട്ട് ഇതെങ്ങനെ കളയാമെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളൊരു വഴി കണ്ടെത്തി. പക്ഷേ കുറച്ച് ലേബർ ഇൻറ്റൻസീവാണ്, കുറച്ച് അധ്വാനമുണ്ട് അതിന്. അതായത് ഈ മരത്തിൻ്റെ തൊലി അടർത്തിക്കളഞ്ഞാൽ താഴെ ഈ കോളർ റീജിയൻ എന്ന് പറയും, അതായത് പിന്നെ ഈ കാണ്ടവും ഇതും കൂടെ ചേരുന്നൊരു സ്ഥലമുണ്ട്, വേരും ഇതും കൂടെ ചേരുന്ന, അതുവരെ നമ്മൾ തൊലി അടർത്തിക്കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും. പക്ഷേ ഈ തൊലി അടർത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് പൂക്കുന്നതിനോ അല്ലെങ്കിൽ സീഡ് സെറ്റ് ചെയ്യുന്നതിനോ നടത്തണം, അല്ലെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ വീണ്ടും അത് തളിർത്ത് വരും. പിന്നെ ഒന്ന് കെമിക്കൽ, അതായത് രാസപദാർത്ഥങ്ങൾ, ഹെർബിസൈഡ്സ് ഉപയോഗിക്കാം. പക്ഷേ വനപ്രദേശങ്ങളിൽ നമുക്ക് ഹെർബിസൈഡ്സ് ഉപയോഗിക്കാനുള്ള സമ്മതമില്ല. അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പറിച്ചു മാറ്റണം. ചെറിയ ചെടിയായിരിക്കും എന്നതിനെ പറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരില്ല. ഈ 3 പരിപാടികളും യോജിപ്പിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ സെന്നയെ മഞ്ഞക്കൊന്നയെ നമുക്ക് പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ കഴിയും. പക്ഷേ കുറച്ച് ലേബർ ഇൻറ്റൻസീവാണ്, കുറേ കാശ് ചിലവാകുന്ന പരിപാടിയാണ്. അതേസമയത്ത് തന്നെ ഈ അടുത്തുള്ള ഒരു ഗവേഷണം എന്ന് പറഞ്ഞാൽ ഏതും വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായത്തോടുകൂടി കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ബോറർ ഇൻസെക്റ്റ് അതിൻ്റെ ഈ തടിയിൽ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് നീരൂറ്റി കുടിക്കുന്നത്, അത് നീരൂറ്റി അത് ദ്വാരം ഉണ്ടാക്കും, ബോറർ ഇൻസെക്റ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കൂടെ ഒരു ഫംഗസ് വളരുന്നുണ്ട്. ആ ഫംഗസ് ഐഡൻറ്റിഫൈ ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇതിനെ കൊല്ലുന്നുണ്ട്. ഇത് വനം ക്രമേണ അങ്ങ് ഉണങ്ങിപ്പോവും. പക്ഷെ സമയമെടുക്കും, പക്ഷെ ക്രമേണ ഉണങ്ങിപ്പോവും. അത് ഒരു ബയോളജിക്കൽ കൺട്രോളാണ്. പക്ഷേ നമ്മളതിനെ മറ്റ് നാട്ടുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള അങ്ങനെയുള്ള ചില കേസുകളുണ്ട് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ചില കീടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ലേ നമുക്ക് നശിപ്പിക്കാൻ പറ്റും. അങ്ങനെ പലപ്പോഴും നമ്മൾ ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫംഗസിനെയോ അല്ലെങ്കിൽ ഇൻസെക്റ്റിനെയോ നമ്മൾ കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായി ശ്രമിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇതിനെ കൊല്ലുന്ന, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ പറ്റുന്ന, ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം, ഒരു സസ്യം, അല്ലെങ്കിൽ ഒരു സസ്യം തന്നെ ആവാം. ചില കാര്യങ്ങൾ സസ്യങ്ങൾ വേറെ നമ്മുടെ നാട്ടിലെ ചില സസ്യങ്ങൾ വളർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സീഡ് ബാഗിൽ നിന്ന് ജേർമിനേഷൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഫംഗസ് ഇതിന് ഒരു രോഗം ഉണ്ടാക്കിയിട്ട് കൊല്ലുന്നുണ്ടോ, അല്ല ഏതെങ്കിലും ഒരു ഇൻസെക്റ്റ്, ഒരു പ്രാണി ഇതിൻ്റെ നീരൂറ്റി കുടിച്ചോ ഇതിനെ കൊല്ലുന്നുള്ള കാര്യം ആദ്യം നമ്മൾ നോക്കണം. എന്നിട്ട് അത് വിജയപ്രദമാകുന്നതിലേക്ക് മാത്രമേ നമുക്ക് ഒരു പുറത്തുനിന്നൊരു ഏജൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പുറത്തുനിന്ന് ഏജൻറ്റിനെ കൊണ്ടുവരാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ക്ലാസിക്കൽ ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിന് ഒരുപാട് സമയം എടുക്കും. ഒരു 6-7 വർഷം അതിൻ്റെ സ്ക്രീനിങ് തന്നെ. നമ്മുടെ നാട്ടിലെ ചെടികൾക്ക് പ്രശ്നം ഉണ്ടാക്കണം, അതിന് സമയം അത്രയും വേണം. ക്വാറൻറ്റൈനിൽ അതുവരെ കീപ്പ് ചെയ്യണം. അത് റിലീസായി കഴിഞ്ഞാലും ഈ ഒരു പോപ്പുലേഷൻ, സ്പീഷീസ് പോപ്പുലേഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ 5-6 വർഷങ്ങളും എടുക്കും ഒരു പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടി. പക്ഷെ അത് ഒരു പ്രാവശ്യം അത് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നേക്കും അത്
വർക്ക് ചെയ്തോളും. അത് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. വലിയ തുടക്കത്തിൽ ചെറിയ പൈസ ചിലവുണ്ടെന്നല്ലാണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിങ്ങനെ പടർന്നുള്ളൂ അവിടുന്ന് ഒരു വശം അങ്ങനെ പടർന്നു പോയിക്കോളും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ അധിനിവേശ സ്പീഷീസുകളുടെ എണ്ണമാണ് തദ്ദേശീയരെക്കാൾ കൂടുതലായി വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് തോന്നുന്നു. ആ ലെവലിലേക്ക് ആയിട്ടില്ല, പക്ഷേ അധികം വൈകാതെ ആ ലെവലിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൻ്റെ ഒരു അവബോധം കൃത്യമായിട്ടും നമ്മൾ എത്തിക്കേണ്ടതല്ലേ? പൊതുസമൂഹത്തിന് അത് മനസ്സിലാവുകയും അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയും വേണ്ടത് അത്യാവശ്യമല്ലേ? നമ്മൾ കാലം ഒരുപാട് വൈകിപ്പോയി. ഇതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. കാരണം നമുക്കിത് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞ ഉടനെ തന്നെ അതിനുള്ള ചില ശ്രമങ്ങൾ, അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി എന്തെങ്കിലും ലഘുലേഖകൾ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് കർഷകർക്കൊക്കെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്തെങ്കിലും കൊടുക്കുകയും അങ്ങനെ കഴിവുള്ള അതിന് സാധിക്കുന്ന ചില നമുക്ക് ഓർഗനൈസേഷൻസും സംഘടനകളൊക്കെ ഉണ്ട്. അവർക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായി കഴിഞ്ഞാൽ അവർ ഈ ഇതേപോലെ പരിശീലന പരിപാടികൾ ഇന്ന കാര്യങ്ങളുണ്ട്, ഇത് വലിയ പ്രശ്നമാണ്, കമ്മ്യൂണിസ്റ്റ് പച്ച ഇപ്പോഴും നമ്മുടെ നാടൻ സസ്യമാണെന്ന് ധരിച്ച് വശായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് കരുതിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ തകര പോലും തകരയും അങ്ങനെ തന്നെയാണ്. തകര സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്നതാണത്. അത് നമ്മുടെ നാടൻ സാധനമല്ല. പക്ഷെ തകര ഇപ്പം നമ്മുടെ ഒരു പ്രശ്നം അധികം കാണാനില്ല. ഇപ്പൊ പക്ഷെ കുറച്ചല്ലേ അത് കാണുന്നുള്ളൂ. അത് നമ്മൾ കർക്കിടക മാസത്തിൽ അതിന്റെ ഇലയെടുത്ത് നമ്മൾ തോരനാക്കി കഴിക്കുന്നല്ലേ. പക്ഷെ ഇപ്പോൾ അത് കർക്കിടക മാസത്തിൽ പോലും കാണാനില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് തകരയെ സംബന്ധിച്ച്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പച്ച അങ്ങനെയല്ല. അതുപോലെ ഈ ഒരു ചോരച്ചീര, ചുവന്ന നിറത്തിലുള്ള ചീര നല്ല വെളുത്ത പൂക്കളായിട്ട് പറമ്പ് നിറയെ പടർന്നങ്ങ് പിടിക്കുന്നതാണ്. അതും ഇവിടെയുള്ള സസ്യമല്ല, പുറത്തുനിന്ന് വന്നതാണ്. ഇത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അധിനിവേശ സ്പീഷീസുകൾ വരുന്നതുകൊണ്ട് നമുക്ക് എത്രത്തോളം നമുക്ക് സ്പീഷീസുകൾ നഷ്ടപ്പെട്ടു പോയി. തദ്ദേശീയ സ്പീഷീസ് നമുക്ക് ഒരു കണക്കില്ല അതിനെക്കുറിച്ചിട്ട്. കാരണം ഇത് എന്നോ ഈ അധിനിവേശം എന്നു മുതൽ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നു തുടങ്ങിയ ഒരു കാര്യമാണ്. അന്നേരം നമുക്കിതിനെക്കുറിച്ച് വലിയ തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല. നമ്മളിതിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ വൈകിപ്പോയി. പക്ഷേ ബെറ്റർ ലേറ്റ് ദെൻ നെവർ എന്നുള്ളതുണ്ട്. അപ്പോഴത്തേക്കന്നെ ഒരുപാട് സ്പീഷീസുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് എക്സാമ്പിൾസ് അങ്ങനെയുണ്ട്. മനസ്സിലായില്ല. പിന്നെ ചിലത് നമുക്ക് അറിയില്ല ഇങ്ങനൊരു സ്പീഷീസ് നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഈ നേരത്തെ സാറ് പറഞ്ഞിട്ടുള്ള ധൃതരാഷ്ട്ര പച്ച, കോൺഗ്രസ് പച്ച, അതുപോലെ തൊട്ടാവാടി, കമ്മ്യൂണിസ്റ്റ് പച്ച, ഇങ്ങനെയുള്ള കുറച്ച് സസ്യങ്ങളല്ലാതെ വേറെയും ഉണ്ടല്ലോ ധാരാളം, ഒരുപാട്. അപ്പോൾ അങ്ങനെയുള്ളതിനെ കുറിച്ച് കൂടെ ഇപ്പോൾ യൂക്കാലിപ്റ്റസിൽ പോലെ തന്നെ അക്കേഷ്യ അതുപോലെ വന്നതല്ലേ? അക്കേഷ്യയുടെ എല്ലാ സ്പീഷീസും അധിനിവേശ സ്പീഷീസാണ്. അല്ല, ശരിക്കും അക്കേഷ്യ യൂക്കാലിപ്റ്റസ് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മരങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും അങ്ങനെ അധിനിവേശ സ്പീഷീസാണെന്ന് പറഞ്ഞുകൂടാ. അക്കേഷ്യ ഓറിക്കുലിഫോമിസ് എന്ന് പറഞ്ഞ മരം ഇപ്പം കുറച്ചൊരു അധിനിവേശ സ്വഭാവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. യൂക്കാലിപ്റ്റസ് ഒട്ടുമല്ല. യൂക്കാലിപ്റ്റസിനെ നമുക്ക് അതിനെ നമ്മളെ സൂക്ഷിച്ച് നട്ട് വളർത്താതെ അത് വളരെയില്ല, അത് വ്യാപിക്കില്ല. അതുകൊണ്ട് അധിനിവേശ സ്പീഷീസ് അല്ല. പിന്നെ അക്കേഷ്യ മാൻജിയം ഒക്കെയാണ്. ഓറിക്കുലിഫോമിസ് ചെറുതായിട്ടിപ്പം ഒരു അധിനിവേശ സ്വഭാവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുമ്പത് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ട് അതിനെ അങ്ങ് പടർന്ന് പന്തലിക്കാൻ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ വ്യാപിക്കാനൊരു ശേഷി അതിനുണ്ടായിരുന്നില്ല. ഈ വനവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണല്ലോ അക്കേഷ്യ നമ്മുടെ നാട്ടിൽ കൂടുതൽ വന്നിട്ടുള്ളത്. അതെ. അപ്പോൾ അതിൻ്റെ ആ സമയത്ത് നമ്മൾ കേട്ടിരുന്ന വലിയൊരു വിമർശനം ഇതിൻ്റെ പൂമ്പൊടി അലർജി, ആസ്തമ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷെ അത് ഇതുപോലെ അധിനിവേശ സ്പീഷീസ് തന്നെയാണോ അല്ല ആ രീതിയിൽ അന്ന് ആളുകൾ കണ്ടിരുന്നില്ലല്ലോ, നമുക്കാർക്കും അതിനെക്കുറിച്ച് അറിയായിരുന്നില്ല. അപ്പോൾ ശരിക്കും അത് അധിനിവേശ സ്പീഷീസ് ആണോ അത് അന്ന് നമ്മൾ നട്ടുപിടിപ്പിച്ചത്? ഒരു കാര്യം പറയാനുള്ളത്, പലപ്പോഴും നമ്മൾ ഈ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന മരം എന്ന് പറയാം, അതിനെ സമീപിക്കുന്ന ഒരു വൈകാരികമായ രീതിയിലാണ്. അതിന് മുഴുവനായിട്ട് അതിൻ്റെ ശാസ്ത്ര സത്യങ്ങൾ എന്താണ്, അതിൻ്റെ ശാസ്ത്രവശം മനസ്സിലാക്കിയതാണ് ആൾക്കാർ പ്രതികരിക്കുന്നത്. നമ്മുടെ ചില സംഘടനകളൊക്കെ അങ്ങനെ പ്രതികരിച്ച കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ യൂക്കാലിപ്റ്റസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വെള്ളം വലിച്ചെടുക്കുന്ന ഒരു സാധനം ആണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മളതിനെ. ഇപ്പം യൂക്കാലിപ്റ്റസ് കേരളത്തിൽ വളർത്തുന്നതേ ഇല്ല. പക്ഷേ അത് ശരിക്കും വാസ്തവമാണോ? അതാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അതിൽ വാസ്തവം ഇല്ല എന്നുള്ളതാണ് ശരി. അതിൽ വാസ്തവമില്ല. കാരണം അതിനേക്കാളും വെള്ളം വലിച്ചെടുക്കുന്ന മറ്റ് പല സ്പീഷീസുകൾ നമുക്കുണ്ട്. കശുമാവ് ഒരു 3 ഇരട്ടി വെള്ളം വലിച്ചെടുക്കും കാളും. അതാരും വെട്ടിക്കളയാൻ പറയുന്നുണ്ടോ? വെട്ടിക്കളഞ്ഞാൽ അറിയാം വിവരം. ആരെങ്കിലും പറയും? കശുമാവ് കാണുന്ന ആ ഒരു പ്രദേശം മുഴുവൻ വരണ്ട പ്രദേശത്താണല്ലോ. അത് മാത്രമല്ല, ഇപ്പോൾ യൂക്കാലിപ്റ്റസിനെതിരെ വന്നെന്നൊരു വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇല നമ്മൾ മണ്ണിനോട് ലയിച്ച് ചേരുന്നത് ഒരുപാട് സമയം പിടിക്കുന്നുള്ളതാണ്. അതിലൊരു വാസ്തവമുണ്ട്. കാരണം നമ്മളെ സാധാരണ നമ്മുടെ തദ്ദേശീയ സസ്യങ്ങളുടെ ഇലകൾ മണ്ണിനോട് വിഘടിച്ച് ചേരുന്നത് ഒരു 6 മാസം കൊണ്ട് അങ്ങ് ഇല്ലണ്ടാവും.
യൂക്കാലിപ്റ്റസിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഒരു ചെറിയൊരു വാക്സി കോട്ടിംഗ് ഉണ്ട്. കുറച്ചുകൂടി സമയം എടുക്കും. അതെ, ഒരു മെഴുക് പോലെ. അത് ചിലപ്പോൾ 1.5 വർഷം. ഞാനൊരു പഠനം അതിൽ നടത്തിയിട്ടുണ്ട്. എത്ര സമയം എടുക്കുന്നുണ്ട്? 1.5 വർഷം എടുക്കും. 1.5 വർഷം എടുക്കും ഈ ഇല മണ്ണിനോട് ചേരാൻ. പക്ഷേ കശുമാവ് എത്ര സമയം എടുക്കുമെന്ന് വെച്ചിട്ടാണ്. കശുമാവ് തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഒരു മുട്ടറ്റം അതിൻ്റെ ഇലകൾ ഉണ്ടാവില്ലേ, അതിന് പരാതികളില്ല, അതിനെതിരെ യാതൊരു പരാതികളുമില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, അക്കേഷ്യ ഓറിഗിലിഫോംസിൻ്റെ പൂമ്പൊടി ക്യാൻസറൊന്നും ഉണ്ടാക്കുമൊന്നുമില്ല. അതൊരിക്കലും വായിൽ പുറത്ത് നടക്കുന്നത്, ഹെവിയാണ്. പരാഗണം നടത്തുക തന്നെ വേണം. അത് വെറുതെ എന്നിട്ട് പിന്നെ അക്കേഷ്യ വെട്ടിക്കളയാനൊക്കെ ആൾക്കാർ പോയില്ലേ. അപ്പം വൈകാരികമായി സമീപിക്കേണ്ട. എന്താണ് ശാസ്ത്രം, അല്ല എന്താണ് അതിൻ്റെ ശാസ്ത്ര സത്യം എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ പ്രതികരിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ യൂക്കാലിപ്റ്റസിന് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. പക്ഷേ യൂക്കാലിപ്റ്റസ് ഒരുപാട് കാലം ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്, യൂക്കാലിപ്റ്റസിന് അങ്ങനെ വലിയ ദോഷങ്ങളൊന്നുമില്ല. പിന്നെ പറയുന്നൊരു കാര്യം, യൂക്കാലിപ്റ്റസിൻ്റെ ജന്മദേശം ഞാൻ പറഞ്ഞല്ലോ, ഓസ്ട്രേലിയ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ 700-ലധികം സ്പീഷീസ് ഉണ്ട് യൂക്കാലിപ്റ്റസിന്. അതിൽ തന്നെയും പിന്നെ ചതുപ്പ് നിലങ്ങൾ റീക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ചില യൂക്കാലിപ്റ്റസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന യൂക്കാലിപ്റ്റസ് ഗ്രാൻഡിസും ടേർട്ടിക്കോണിസും അങ്ങനെ 1-2 സ്പീഷീസാണ്. ഇതൊന്നും അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിൽ ഒരുപാട് വെള്ളം വലിച്ചെടുക്കുന്ന സ്വഭാവമുള്ള യൂക്കാലിപ്റ്റസുകളല്ല. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു സംഘടന എന്തെങ്കിലും വിളിച്ച് പറയുന്നു, ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അവർ വിശ്വസിക്കുന്ന അതിനെക്കുറിച്ച് പത്രവാർത്തകൾ വരുന്നു, വെട്ടി നശിപ്പിക്കൽ ഒരു അറ്റം തുടങ്ങുക. ഏതാണ്ട് ഈ യൂക്കാലിപ്റ്റസിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഈ ധൃതരാഷ്ട്രപ്പച്ചയും മറ്റ് അധിനിവേശ സ്പീഷീസുകളും ഒരേ ഗണത്തിൽ വരുന്നതാണല്ലേ? അധിനിവേശ സ്പീഷീസ് പോലെ ആയിട്ട് തന്നെയാണോ നമുക്ക് അതിനെ കാണാൻ പറ്റുക? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അധിനിവേശ സ്പീഷീസുകളല്ല. കാരണം സ്വയമേവ സ്പ്രെഡ് ചെയ്യാൻ, സ്വയമേവ വ്യാപിക്കാൻ ഇവർക്കൊന്നും കഴിയില്ല. യൂക്കാലിപ്റ്റസിന് തീരെയും പറ്റില്ല. അതിനെ നമ്മൾ പിന്നെ അതിൻ്റെ സീഡ് കളക്ട് ചെയ്തിട്ട് അതിനെ ചെടികളായിട്ട് ചെറിയ ചെടികൾ വന്നിട്ട് അതിനെ വേറെ തന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട്. അപ്പം അത് അധിനിവേശ സ്പീഷീസ് അല്ല. അതിന് സ്വന്തമായിട്ട് വ്യാപിക്കാനാവില്ല. അതിൻ്റെ വിത്ത് എവിടെയും വീണാൽ അത് മുളക്കില്ല. അക്കേഷ്യയുടെ കാര്യത്തിൽ ഇത് ഏതാണ്ട് ഇതേ രീതിയിൽ അതും അധിനിവേശ സ്പീഷീസ് ആയിരുന്നില്ല ഒരു കാലത്ത്. അതിന് വ്യാപിക്കാൻ കഴിയായിരുന്നില്ല. പക്ഷേ അതിപ്പം ക്രമേണ ഒരു അധിനിവേശ സ്വഭാവം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിത്ത് വീടുന്ന സ്ഥലത്തൊക്കെ അത് മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചെടികളും അങ്ങനെ പിന്നെ മോശം എന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ ഏത് പിന്നെ സ്പീഷീസ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴും അതിന് മുൻകൂറായിട്ട് ചില പഠനങ്ങൾ നടത്താനുണ്ട്. നമ്മൾ റിസ്ക് അനാലിസിസ് എന്ന് പറയും. മുമ്പും നമ്മളങ്ങനെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ റിസ്ക് അനാലിസിസ് നടത്തിയിട്ടില്ല. അതിൽ കുറേ ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു സ്പീഷീസ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഇല്ല ഏതെങ്കിലും രാജ്യത്ത് ഇത് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എത്ര വലുതാണ്, അങ്ങനെ വന്നാൽ അതെങ്ങനെ കൺട്രോൾ ചെയ്യാം. കൃത്യമായ പഠനങ്ങൾ നടത്തിയിട്ട് അത് വലിയ കുഴപ്പമില്ലാത്തൊരു സസ്യമാണെന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ. നമ്മൾ വയനാട് മലകളിൽ കാണപ്പെടുന്ന ഒരു അക്കേഷ്യ മിയാൻസിയ എന്ന് പറയും, ബ്ലാക്ക് വാറ്റിൽ, കറുത്ത വാറ്റിൽ, അങ്ങനെ ഒരു സാധനമുണ്ട്. അത് പിന്നെ നമ്മൾ ആദ്യം കൊണ്ടുവന്ന വിറകിനൊക്കെയാണ്. പിന്നെ ടാനിൻ കളക്ട് ചെയ്യുക, അതൊന്നും നടന്നില്ല. അത് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്തം, നമ്മൾ ഈ സ്വാഭാവികമായ പുൽമേടുകൾ അതിലേക്കാണ് വെച്ച് പിടിപ്പിച്ചത്. അത് വലിയൊരു അധിനിവേശ സ്പീഷീസ് ആയി. ഇപ്പോഴും നമ്മളിപ്പം ഈ ടെമ്പറേറ്റ് ഫോറസ്റ്റ് ഉണ്ടല്ലോ, അതിലേക്ക് റോഡോഡെൻഡ്രോണൊക്കെ വളരുന്ന സ്വാഭാവികമായിട്ട് പല ത്രെട്ടൻ സ്പീഷീസും ഉണ്ട് അവിടെ. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുണ്ട്. അതിലേക്ക് പടർന്ന് കയറിയിട്ട് അതിനൊക്കെ ഒരുപാട് പിന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് വലിയ വഴികളൊന്നുമില്ല. പക്ഷേ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, അതിപ്പം സൗത്ത് ആഫ്രിക്കയിൽ വലിയൊരു പ്രശ്നമാണ് പിന്നെ ഈ മരം, അതായത് അക്കേഷ്യ മിയാൻസിയ ബ്ലാക്ക് വാറ്റിൽ. അപ്പോൾ അവിടെ ഒരു സീഡിൽ ഫീഡ് ചെയ്യുന്ന ഒരു ഇൻസെക്റ്റിനെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സീഡ് മുളക്കില്ല. അത് മണ്ണിൽ വീണതിന് ശേഷം അല്ല, മരത്തിലിരിക്കുമ്പം തന്നെ. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്നാൽ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ തടസ്സമായി നിൽക്കുന്ന എല്ലായ്പ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതെല്ലാം പലരും കൊണ്ടുവരും. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോടെ ഒന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. പക്ഷേ പ്രൈവറ്റായ ആൾക്കാർ കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് യാതൊരു പെർമിഷനിലാണ്. അപ്പം സീഡ്സ്, വിത്തുകൾ ഒരുപാട് പേര് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് വിത്തുകൾ കൊണ്ടുവരും. ഏതെങ്കിലും രീതിയിലോ അല്ല അയക്കും, അല്ലെങ്കിൽ ഇവിടെ റിസീവ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. വിത്ത് കാശുകാരാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അത് ഗവൺമെൻറ് വഴിയാണെങ്കിൽ നമുക്ക് പെർമിഷൻ ഇല്ല, നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല.
ഇതിനെ നിയന്ത്രിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലാതെ കൊണ്ടുവരുമ്പോൾ അതിന് തടസ്സമില്ല. ഇതിൽ തടസ്സം ഉണ്ടാക്കേണ്ടതാണ്. ഇപ്പം നഴ്സറികളിൽ പോയി കഴിഞ്ഞാൽ വിദേശത്തുള്ള ഒരുപാട് സ്പീഷീസുകൾ നമുക്ക് അവിടെ കിട്ടും. ഇത് പെർമിഷനോടെ കൊണ്ടുവന്നാണെന്ന് വെച്ചാൽ അല്ല. അതിനൊക്കെയാണ് നമ്മൾ നിയന്ത്രണം കൊണ്ടുവരുന്നത്. കൃത്യമായിട്ട് അതൊക്കെ എക്സാമിൻ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ വിത്തുകളായാലും നഴ്സറി ചെടികളായാലും വിദേശ സ്പീഷീസുകൾ നിങ്ങൾ വിൽക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമനിർമ്മാണം വേണ്ടതുണ്ട്. അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ക്ലാസിക്കൽ ബയോളജിക്കൽ കൺട്രോൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ജൈവ നിയന്ത്രണം. ഈ ജൈവ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്പീഷീസിനെ, ഇപ്പം പക്സീനിയുടെ കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ, മൈക്കേനിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമാണ്. കേന്ദ്ര ഗവൺമെൻറ് സമ്മതം വേണം. ചില കാര്യങ്ങൾ വളരെ റിജിഡാണ്, വളരെ കർശനമായ നിയന്ത്രണങ്ങൾ. ചില കാര്യങ്ങൾ ഒട്ടും നിയന്ത്രണമില്ല. ബയോസെക്യൂരിറ്റി യാതൊരു നിയന്ത്രണമില്ല, എന്ത് വേണം കൊണ്ടുവന്നോട്ടെ. നമ്മൾ നേരെ മറിച്ച് നമ്മൾ ഒരു സാധനം ഈ അധിനിവേശ സ്പീഷീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസെക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഫംഗസിനെയോ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് വേർക്കേണ്ടി വരും. നമ്മൾ അത് മിനിസ്ട്രി പോയി ആൾക്കാരെ കണ്ട് അവരെ കൺവിൻസ് ചെയ്ത് അവരോട് പറഞ്ഞ് അതിൻ്റെ ഒരു ഡോസിയറൊക്കെ ഉണ്ടാക്കി, പിന്നെ ഏത് രാജ്യത്തു നിന്നാണോ ഇറക്കുമ്പോൾ അവരുടെ ഒരു പെർമിഷൻ വേണം. അത് കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ ഇവിടെ ഈ റിസീവ് ചെയ്യുന്ന കൺട്രിയിലാണ് വലിയ പ്രയാസം. ഇപ്പം ഇതിനെയൊക്കെ പലതിനെയും പാർത്തീനിയത്തിനെയും അല്ലെങ്കിൽ ഇപ്പം മറ്റുള്ള ചില സസ്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സാധനങ്ങൾ അവൈലബിളാണ്, ഉണ്ട്. ഇപ്പം സാൽവീനിയ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ പായലിനെ നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്തു. അത് ഒരു ഇൻസെക്റ്റിനെ ഇറക്കുമതി ചെയ്തുകൊണ്ട് സിറ്റോബാഗസ് സാൽവീനിയെ എന്ന് പറഞ്ഞ ഒരു ഇൻസെക്റ്റിനെ നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടാണ്, മെക്സിക്കോ എന്നുള്ള സാധനം ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ള ക്ലാസിക്കൽ ബയോ കൺട്രോൾ ഏജൻസി ഇപ്പോഴും ലഭ്യമാണ്, ഉണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷെ നമുക്കതിവിടെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അത് വലിയൊരു ശ്രമമാണ്. ചിലപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ്റെ ജീവിതകാലം അയാൾ ആ റിട്ടയർമെൻറ്റിന് മുമ്പ് പോലും അത് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. ചുരുക്കത്തിൽ ഇതൊരു ഗൗരവമേറിയ വിഷയം തന്നെയാണല്ലേ. വളരെ അധിനിവേശ സ്പീഷീസുകൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതവും അതുപോലെ തന്നെ മറ്റ് ജൈവ വൈവിധ്യ ശോഷണവും സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതും അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട്. അപ്പം അത്രയേറെ ഗൗരവമായ ഈ ഒരു വിഷയത്തിൽ താങ്കൾ നടത്തിയിട്ടുള്ള പഠനങ്ങൾ ഒരുപാട് അതിന് സഹായിക്കുന്നുണ്ട്. പക്ഷെ അത് വേണ്ടത്ര പ്രാവർത്തികമാകുന്നില്ല എന്നാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഇനിയും താങ്കളുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി താങ്കളുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകണം. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.